ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ്. അതായത് ഭാഷ. ഭാഷ എങ്ങനെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യനുള്ള മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനുള്ള ഒരു പ്രത്യേകതയാണ് വ്യത്യസ്തമായ ഈ ഭാഷകൾ. ഈ ഭാഷകൾ ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് എനിക്കിവിടെ സംസാരിക്കാനുള്ളത്. ലോകത്ത് ഏകദേശം 7000-ഓളം ഭാഷകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 7000-ഓളം ഭാഷകൾ എന്നാൽ 7000-ഓളം വ്യത്യസ്തമായ സംസ്കാരങ്ങളും 7000-ഓളം വ്യത്യസ്തമായ വംശങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു സെന്റൻസ് പറയുകയാണ്. ഉദാഹരണത്തിന് മരുഭൂമിയിലെ ആകാശത്ത് നീന്തി തുടിക്കുന്ന ഒരു നീലത്തിമിംഗലത്തെ പറ്റി ആലോചിച്ച് നോക്കൂ. ഞാനിവിടെ മരുഭൂമിയിൽ നീന്തി തുടിക്കുന്ന നീലത്തിമിംഗലം എന്ന ആ ഒരു സെന്റൻസ് ഉപയോഗിച്ചപ്പോൾ, എന്ന ആ ഒരു ഭാഷയിലെ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മരുഭൂമിയിൽ നീന്തി പറക്കുന്ന ഒരു നീലത്തിമിംഗലം നിങ്ങളുടെ മനസ്സിൽ തെളിയുകയാണ്. അതൊരു ഡിഫറെൻ്റ് ആയ എക്സ്പീരിയൻസ് ആണ്. കാരണം എൻ്റെ ആ ഒരു കുറച്ച് വേർഡ്സ് കൊണ്ട്, കുറച്ച് അക്ഷരങ്ങൾ കൂട്ടി രൂപാന്തരപ്പെട്ട ആ കുറച്ച് വേർഡ്സ് കൊണ്ട് നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ തെളിയുകയാണ്. അത് ഭാഷയുടെ ഒരു പവറാണ്. അപ്പം അങ്ങനെ ആ ഒരു ഭാഷ എങ്ങനെയാണ് പല സംസ്കാരങ്ങൾ അല്ലെങ്കിൽ പല സൊസൈറ്റികളിൽ രൂപാന്തരപ്പെട്ട ഈ 7000-ഓളം ഭാഷകൾ, അതെങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് ലോകത്തിലെ പല വ്യത്യസ്തമായ ഭാഷകളെ പറ്റി ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. അപ്പം അത് അങ്ങനെ ചർച്ച ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് പല ഭാഷകൾ മനുഷ്യരെ പല രീതിയിൽ ചിന്തിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓസ്ട്രേലിയയിലെ ഒരു ആദിവാസി വംശമുണ്ട്, ഒരു ആദിവാസി ഗോത്ര വിഭാഗമുണ്ട്. കുക്തായോർ എന്നാണ് അവരറിയപ്പെടുന്നത്. വിഭാഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആദിവാസി കൂട്ടത്തിന്റെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ വലത്ത് ഇടത്ത് അല്ലെങ്കിൽ മുന്നോട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലത്ത് ഇടത് എന്നുള്ള ആ ഒരു ടേംസ് അവർ ഉപയോഗിക്കാറില്ല. അവരുടെ ഭാഷയിലുള്ളത് സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് തെക്ക്, തെക്ക് വടക്ക്, അങ്ങനെ ആ കാർഡിനൽ ഡയറക്ഷൻസ് ആണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദിശകൾ നമ്മൾ പണ്ട് ഉപയോഗിക്കുന്നത് തെക്ക് വടക്ക് അങ്ങനെയുള്ള ആ ഒരു വാക്കുകളാണ് അവർ വലത്ത് ഇടത്ത് എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പം ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതിന് അവരതിന് ദിശ വെച്ചാണ് പറയുന്നത്. നമ്മൾ വലത്ത് സൈഡിലിരിക്കുന്ന, അതായത് ടേബിളിന്റെ വലത്ത് സൈഡിൽ ഇരിക്കുന്ന ഒരു ചായ എന്നതിന് അവർ ടേബിളിന്റെ തെക്ക് സൈഡിൽ ഇരിക്കുന്ന ഒരു ചായ അല്ലെങ്കിൽ ടേബിളിന്റെ വടക്ക് സൈഡിൽ ഇരിക്കുന്ന ഒരു ചായ അങ്ങനെയാണ് പറയുന്നത്. അതാണ് ഈ കുക്തായോർ ഭാഷയുടെ ഒരു പ്രത്യേകത. നമുക്കും ഇത് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കേരളത്തിലും പണ്ട് കാലത്ത് ആളുകൾ വടക്ക് തെക്ക് അല്ലെങ്കിൽ തെക്കിൽ നിന്ന് വരുന്നു, വടക്ക് നിന്ന് വരുന്നു, അങ്ങനെ ആ ഒരു ടേംസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ദിശ കൂടുതൽ അറിയാമായിരുന്നു. ആ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഭാഷയിൽ ഈ ഒരു ദിശകൾ ഉള്ളത് കൊണ്ട് തന്നെ ദിശകളെ പറ്റി അവരുടെ തലച്ചോറ് കൂടുതൽ ബോധവാനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇന്നത്തെ ഒരു കുട്ടിയെ വിളിച്ച് വടക്കോട്ട് വിരൽ ചൂണ്ടാൻ പറഞ്ഞാൽ മിക്ക പിള്ളേർക്കും അറിയത്തില്ലായിരിക്കും. തെക്കോട്ട് നോക്കാൻ പറഞ്ഞാൽ അവർ അങ്ങനെ അത്ര ശ്രദ്ധിച്ച് കാണത്തില്ല. പക്ഷെ ഈ ഒരു കുക്തായോറിലെ ഒരു 5 വയസ്സുള്ള കുട്ടിയോട് പോലും നിങ്ങൾ ഒന്ന് വടക്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ തെക്ക് ചൂണ്ടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ വരും. കാരണം അവരുടെ ഭാഷ അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് അന്ന് കുറച്ചാൾ മുന്നേ എന്നോടൊരു ആള് ഈ എക്സാം സെന്ററിൽ പോയപ്പോഴേക്കും എക്സാം സെന്റർ എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പൊ തെക്ക് സൈഡിലാണെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞാൻ തെക്ക് സൈഡിൽ, അപ്പൊ അപ്പോഴാണ് നമ്മൾ അങ്ങനെ ദിശകളെ പറ്റി അപ്പം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ആ ഒരു ഭാഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചിന്ത അതിനനുസരിച്ച് ഫോം ചെയ്യപ്പെടും. അതാണ് ഈ കുക്തായോർ ഭാഷ, ഈ ഭാഷയെ പറ്റി നടന്ന പഠനത്തിൽ ആൾക്കാർക്ക് മനസ്സിലായത്. അതായത് അവരുടെ ആ ഒരു ഭാഷയിൽ ഈ ഒരു ദിശകളാണ് ഈ വലത്ത് ഇടത്ത് തെക്ക്, വലത്ത് ഇടത്ത് മുന്നോട്ട് എന്നതിന് പകരമായിട്ടുള്ളത് കൊണ്ട് അവർ അതിനെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാണ്. അതുപോലെ തന്നെ ആമസോൺ കാടുകളിലുള്ള ഒരു ഗോത്ര സമൂഹമുണ്ട്. അവരുടെ ഭാഷയിൽ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ എണ്ണങ്ങളില്ല. നമ്മൾ ഉദാഹരണത്തിന് ഒരു കൊട്ടയിൽ 10 ആപ്പിൾ ഉണ്ട്. അപ്പൊ നമുക്കതിൽ 10 ആപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു കൊട്ടയിൽ 12 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ ഏതിലാണ് കൂടുതൽ ആപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാം 12 ആപ്പിളുള്ള കൊട്ടയിലാണ് കൂടുതൽ ആപ്പിൾ. എന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? നമുക്ക് കണക്കറിയാവുന്നതാണ്. അതായത് നമ്മുടെ ഭാഷയിൽ അക്കങ്ങൾ ഉള്ളത് കൊണ്ടാണ് 10ൽ കൂടുതലാണ് 12 എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഭാഷയിൽ കണക്കുകളില്ലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു കൊട്ടയിൽ 10 ആപ്പിൾ, മറ്റേ കൊട്ടയിൽ 12 ആപ്പിൾ ഉണ്ട്. നമുക്കിത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എണ്ണാൻ പറ്റില്ല. കാരണം കണക്ക് എന്നുള്ള സംഭവം നമ്മുടെ ഭാഷയിലല്ലെങ്കിൽ നമുക്ക് രണ്ടും തമ്മിലുള്ള വേർതിരിവ് തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ ഭാഷയിൽ കുറച്ച് കൂടുതൽ എന്നീ 2 വാക്കുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 കൊട്ടകൾ കാണിച്ചിട്ട്
ഇതിൽ ഏതിലാണ് കൂടുതൽ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റില്ല. കാരണം അവരുടെ ഭാഷ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ആ ഒരു ഭാഷ അവർ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ബ്രെയിൻ അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഒരു ഇംഗ്ലീഷുകാരനെയും ഒരു ഒന്നല്ല പല ഇംഗ്ലീഷുകാരെയും റഷ്യൻകാരെയും ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അതായത് ബ്ലൂ കളറിലെ നീല നിറത്തിന്റെ പല ഷെയ്ഡുകൾ കാണിച്ചുകൊണ്ട് ഈ പല ഷെയ്ഡുകൾ ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു പരീക്ഷണത്തിന് ശേഷം ആൾക്ക് മനസ്സിലായത് ഇംഗ്ലീഷുകാരേക്കാൾ കൂടുതൽ റഷ്യക്കാർ ആ ഒരു നിറത്തിന്റെ ഷെയ്ഡ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്നതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നിറത്തിന് കുറച്ച് വേർഡ്സേ ഉള്ളൂ. അതായത് ഈ നീലയ്ക്ക് പല ഷെയ്ഡ്സിലുള്ള നീലയ്ക്ക് എല്ലാ ഷെയ്ഡ്സിനും അതിൻ്റെതായ പേരുകളില്ല. പക്ഷെ റഷ്യൻ ഭാഷയിൽ നീലയുടെ എല്ലാ ഷെയ്ഡിനും അതിൻ്റെതായ പേരുകളുണ്ട്. അത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കാണ്. കാരണം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ അതിന് എല്ലാത്തിനും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് മലയാളമാണ്. അപ്പം മലയാളത്തിൽ എല്ലാ കളറുകൾക്കും പേരുകളില്ല. അപ്പം അത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് തന്നെയാണ്. നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ച് അതിനെ റീപ്ലേസ് ചെയ്യും. ഉദാഹരണത്തിന് ഈ കളർ നമ്മൾ കാണുമ്പോൾ ഇത് ശരിക്കും പച്ച അല്ലെങ്കിൽ ഇളം പച്ച എന്ന് പറയുന്നത് പിസ്താഗി എന്ന് പറയും. അപ്പൊ നമ്മളതിന് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ വാക്കില്ലാത്തത് കൊണ്ട്. അങ്ങനെ ഉദാഹരണത്തിന് പല ഷെയ്ഡ്സിനും പല പേരുകളുണ്ടെങ്കിൽ അത്രത്തോളം ഷെയ്ഡ്സ് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഭാഷ നമുക്ക് തരുന്ന ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ അങ്ങനെ ട്രെയിൻ ചെയ്യുന്നതാണ്. എത്രത്തോളം കൂടുതൽ വാക്കുകൾ കളറിനെ സംബന്ധിച്ച് നമ്മുടെ ഭാഷയിലുണ്ടോ അത്രത്തോളം കളറുകളെ പറ്റി നമ്മൾ ബോധവാനായിരിക്കും. സാധാരണ ആളുകൾക്ക് ഇംഗ്ലീഷ് ടേംസ് ഒന്നും അറിയത്തില്ലാത്ത ഒരാളുകൾക്ക് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പിങ്ക് തന്നെ പലതരത്തിലുണ്ട്, അല്ലെങ്കിൽ പച്ച പലതരത്തിലുണ്ട്. നമുക്കാകെ പച്ച, കടുംപച്ച, ഇളം പച്ച, മോരുമഞ്ഞ, അങ്ങനെ കുറച്ച് വേർഡ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ തലച്ചോറ് അതിനനുസരിച്ച് ട്രെയിൻഡ് അല്ല. പച്ചയുടെ വേറൊരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇതും പച്ചയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അതിന് വേറെ വേർഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നമുക്കെല്ലാവരും അറിയാം, നമ്മുടെ ഭാഷയിൽ ചില രാജ്യങ്ങളിൽ ചില ഭാഷകളിൽ മലയാളത്തിലും അങ്ങനെ തന്നെ ഉണ്ട്. അതായത് പല വാക്കുകളെയും പുരുഷൻ ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം അങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പണ്ട് ഭാഷയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഭൂമി അല്ലെങ്കിൽ ചില വാക്കുകൾ അത് സ്ത്രീലിംഗമാണ്. അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിലും നമ്മൾ അതിന്റെ ടേംസ് അതിന്റെ ആ ഒരു ഗ്രാമർ പഠിക്കുമ്പോൾ പുല്ലിംഗം സ്ത്രീലിംഗം അങ്ങനെ തിരിച്ചിട്ടാണ് അതിന്റെ ആ ഒരു വേർഡ്സിന് കൂടെ വരുന്ന ആ ഒരു ഗ്രാമർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കറക്റ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതും ശരിക്കും ഒരു ഡിഫറെന്റ് ടോപ്പിക് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇന്ന വസ്തുക്കൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധനം മനുഷ്യനില്ലാത്ത ഒരു വസ്തുവിൽ എങ്ങനെയാണ് സ്ത്രീ പുരുഷൻ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്? അത് ശരിക്കും അന്നത്തെ ആളുകൾ ഓരോ കാര്യത്തിനും അവരുടെ ആ ഒരു കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് ജർമ്മൻ ഭാഷയിൽ മസ്കുലിൻ അല്ലെങ്കിൽ പുരുഷലിംഗമായിട്ട് കാണുന്ന ആ ഒരു വസ്തു, ഇപ്പൊ ഫ്രിഡ്ജ് അവർ പുരുഷലിംഗമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്പാനിഷിൽ അത് ശരിക്കും വേറെയാണ്. അവരിത് വേറെ രീതിയിലാണ് കാണുന്നത്. അങ്ങനെ ഒരു രാജ്യക്കാര് ഭൂമി എന്ന് പറയുന്നത് മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ത്രീലിംഗമാണ്. അതൊരു സ്ത്രീയായിട്ടാണ് ഭൂമിയെ കാണുന്നത്. പക്ഷെ എല്ലാ ഭാഷക്കാരും ഭൂമിയെ സ്ത്രീയായിട്ടല്ല കാണുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ആ വസ്തുവിനെ കാണുന്ന രീതി മാറും. അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളൊരു ഐഡന്റിറ്റി ഒരു വസ്തുവിന് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും അതിന് കൊടുക്കുന്ന ആ ഒരു സവിശേഷതകളും അതിന്റെ വർണ്ണനകളും അതിനെ ഒരു പുരുഷലിംഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അതിനൊരു മസ്കുലിൻ ക്യാരക്ടറായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ചെയ്ത് മാറുന്നുണ്ട്. അതും ഒരു ഡിബേറ്റബിൾ ടോപ്പിക് തന്നെയാണ്. എങ്ങനെയാണ് ഒരു വസ്തു, ഇപ്പോൾ ഒരു പാലം ചില ഭാഷകളിൽ അത് മസ്കുലിൻ ആണ് അല്ലെങ്കിൽ പുല്ലിംഗമാണ്. പക്ഷെ ചില ഭാഷകളിൽ അത് സ്ത്രീലിംഗമാണ്, അതിൽ ഫെമിനൈൻ ആണ്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാലം പുരുഷനോ സ്ത്രീയോ ആകുന്നത്? അതൊരു വളരെ ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അങ്ങനെ ഇത്രത്തോളം കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഓരോ ഭാഷയും അതിന്റെ ആ ഒരു രൂപാന്തരപ്പെട്ട കാലഘട്ടത്തിൽ അതിന്റെ ആ ഒരു കൾച്ചർ, അത് വളർന്നു വന്ന സംസ്കാരത്തെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഓരോ ഭാഷകളും വരുന്നത്. അപ്പോൾ അത് അവരുടെ ആ ഒരു കൾച്ചർ, അവരുടെ ആ രീതി ആ ലാംഗ്വേജിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷും നമ്മുടെ ഭാഷയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുതിർന്ന ആളുകളെ അല്ലെങ്കിൽ ഹിന്ദിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുതിർന്ന ആളുകളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് രണ്ട് ഭാഷയിലും രണ്ട് രീതിയിലാണ്. ചില ഭാഷയിൽ അങ്ങനെ മുതിർന്നവർ താഴ്ന്നവർ അങ്ങനെ ഏജ് വ്യത്യാസത്തിനനുസരിച്ച് ആ സംസാരിക്കുന്ന ഭാഷ മാറില്ല. കാരണം അവർ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നർത്ഥം. പക്ഷെ നമ്മുടെ മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ആണെങ്കിലും പ്രായം കൂടിയ ആളുകളോട് സംസാരിക്കുമ്പോഴും പ്രായം കുറഞ്ഞ ആളുകളോട് സംസാരിക്കുമ്പോഴും ഉള്ള ആ ഒരു ടേംസ് ഡിഫറൻസ് ഉണ്ട്.
അത് ശരിക്കും നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഉണർന്നു വന്നതാണ്. അങ്ങനെ ഓരോ സംസ്കാരത്തിൽ നിന്നും ഓരോ വംശങ്ങളിൽ നിന്നും രൂപാന്തരപ്പെട്ട ഈ ഇത്രത്തോളം ഭാഷകൾ അത് സംസാരിക്കുന്ന ആളുകളുടെ ആ ഒരു ചിന്താഗതിയെ പോലും മാറ്റുന്നു എന്നാണ് ഇത്രത്തോളം കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്. അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. ഭാഷ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.